ഞാൻ 3 പ്രാവശ്യമായി ഇവിടെ കേറി ഇറങ്ങുന്നു. അതുകൊണ്ടാണല്ലോ നിന്നെ മൂന്നാൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഞാൻ കാണാനിരിക്കുകയായിരുന്നു. എന്താണാവോ? എന്നെ മറ്റേ മൂത്തമാക്ക് നീ ഒരു കല്യാണാലോചന കൊണ്ടുവന്നില്ലേ? ഏത്? കുടുംബാസൂത്രണ വകുപ്പിൽ ജോലി ചെയ്യണ എന്റെ മൂത്തമാക്ക്. ഓ, മേഴ്സിക്ക്. അതെ, കുടുംബാസൂത്രണത്തിൽ നിന്ന് എന്ത് പ്രയോജനോടാ? അവക്ക് മക്കള് 12ആയി. എങ്ങനെ ഇല്ലാതിരിക്കും? ഞാൻ കൊണ്ടുവന്ന പയ്യനെന്താ ജോലിയായിരുന്നു? ജോലി ഊർജിത കന്നുകാലി വികസന കോർപ്പറേഷനിലല്ലേ? അതല്ല, അത് പോട്ടെ. എന്റെ ഇടുക്കി കെട്ടിച്ചേക്കണ ഒരു മകളുണ്ടല്ലോ, അവക്ക് നീ ഒരു ചെറുക്കനെയും കൊണ്ടുവന്നല്ല? കൊണ്ടുവന്നു. അവനും ഉണ്ട് 10-12. അതെങ്ങനെ ഇല്ലാതിരിക്കും? ഇടുക്കി എന്ന് പറയുമ്പോ ഘോര വനമല്ലേ? അങ്ങടൊക്കെ മക്കളെ കെട്ടിക്കുമ്പോ സൂക്ഷിക്കണം. പിന്നെ ഇടുക്കിയിൽ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടോ? ഇല്ല. TV ഉണ്ടോ? ഇല്ല. ഫ്രിഡ്ജ് ഉണ്ടോ? ഇല്ല. ക്യാരം ബോർഡ് ഉണ്ടോ? ഇല്ല. ചെസ് ബോർഡ് ഉണ്ടോ? ഇല്ല. ക്ലബ് ഉണ്ടോ? ഇല്ല. പിന്നെ അവനൊരു ടൈം പാസ് വേണ്ടേ? അപ്പൊ അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലേ? അതൊക്കെ പോട്ടെ, എന്താണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നിങ്ങളുടെ ഇളയ മകൾക്ക് ഞാൻ നല്ല ഒരു ആലോചനയായിട്ടാ വന്നിരിക്കുന്നത്. നമ്മുടെ ഇളയ മകൾക്ക് ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ചെറുക്കനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. എന്താണ് ചെറുക്കന്റെ ജോലി? ചെറുക്കന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ എന്ന് കേട്ടിട്ടുണ്ടോ? മൊബൈൽ കോടതി എന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ വരാന്തയിലാണല്ലോ സ്ഥിരം മാപ്പിള. ഇതല്ല, കറുത്തലുവ പോലെ ഇരിക്കും. ഇങ്ങനെ എടുത്തിട്ട് ആളുകളെ കൊണാന്ന് ഞെക്കി വിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഓ, നമ്മുടെ ഈ കയ്യിലൊക്കെ കൊണ്ടു നടക്കണ ഒരുമാതിരി ഫോണ്, നമ്മുടെ മൊബൈൽ ഫോൺ. അത് തന്നെ. അതിന്റെ കമ്പനി എക്സിക്യൂട്ടീവ് ആണ് ചെറുക്കൻ. എന്റെ ദൈവം, അപ്പൊ നല്ല നിലയിലാണല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, ചെറുക്കൻ എന്ത് പറഞ്ഞാലും മൊബൈൽ ഭാഷയിലേ പറയൂ. ഓ, അത് മൂന്നാം മനസ്സിലാക്കി തന്നാ മതി. അതൊരു തെറ്റ് മാത്രമേ ചെറുക്കനുള്ളൂ. അപ്പൊ ചെറുക്കനെ വിളിച്ച് പെണ്ണിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ചെറുക്കനെ വിളിക്കാനാ? വിളിക്കാം. വിളിക്കട്ടെ? കണ്ടോ ചെറുക്കാ, മോനെ ചെറുക്കാ, ചെറുക്കാ. രക്ഷപ്പെട്ടു. പട്ടി ഓടിക്കാൻ വന്നപ്പോ മോൻ എന്ത് ചെയ്തു? പട്ടിക്കിട്ട് ഞാനൊരു എറിക്സൺ വെച്ചു കൊടുത്തു. മൊബൈൽ ഭാഷ. പെണ്ണിന്റെ അപ്പനാണല്ലേ? അതെ. പഴയ ഒരു അൽക്കാട്ടല്ലി മോഡൽ സാധനം. എന്നതാണോ ഇനി പറയണത്? അല്ല, വയസ്സായി വരികയാണല്ലോ എന്ന് പറഞ്ഞതാ. വയസ്സന്മാരാണ് അൽക്കാട്ടൽ എന്ന് പറയണല്ലോ. അതെ മോനെ, മോന് വീടും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഈ നെറ്റ്വർക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഹലോ കാവ്യ, എന്നാ സെറ്റപ്പ് പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനം? നീ സമ്മതിക്കുമല്ലോ? ഓക്കെ, പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ പെണ്ണുങ്ങളെ അവിടെ അറിയാം. ഹൃതിക് റോഷന്റെ കൂട്ടുകാരനാണ്. അത് ഹൃതിക് റോഷൻ. വിളിക്കേണ്ടത് റോഷൻ. നീ എന്നെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല. ഓക്കെടാ, ഓക്കെ. കുഴപ്പമില്ലാത്ത കവറേജ് ഉണ്ടല്ലോ. പിന്നെ എന്നെ കൊണ്ടാ പോകുള്ളൂ. കവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല കളറാണ് വീടിനെന്ന് പറഞ്ഞതാ. പെയിന്റ് അടിച്ചത്. വീരശൂര പരാക്രമി എന്ന് പറഞ്ഞിട്ട് ഇവൻ ചെറുക്കൻ ചെറുതാണല്ലോ. അതല്ലേ പറഞ്ഞത് കൃമിയാണെന്ന്. അങ്കിളെ, ഇപ്പൊ ചെറിയ സെറ്റാ നല്ലത്. പിന്നെ കൂടുതൽ കാലം ഈട് നിൽക്കും, നല്ല റേഞ്ചും ആയിരിക്കും, ഉഗ്രം പെർഫോമൻസും ആയിരിക്കും. കൊച്ചനാണെങ്കിലും ഇവന് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്നാ പറഞ്ഞത്. അത് മതി. പിന്നെ മോനെ വീട് പരിസരത്ത് ഇഷ്ടപ്പെട്ടോ? വീടൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ? മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ പറയാം. വേണ്ട, ഞാൻ പറഞ്ഞോളാം. അങ്കിളെ, ഞങ്ങൾ മൊത്തം 5 കണക്ഷനാ. 5 കണക്ഷനാ? അയ്യോ, 5 കണക്ഷൻ എന്ന് പറഞ്ഞത് 5 മക്കളാണെന്ന്. അത് ശരി. മൂത്തത് ഞാൻ എസ്കോട്ടല്ലേ, എന്റെ അനിയൻ BPL. ഏറ്റവും ഇളയത് പെണ്ണാണ്, എയർടെല്. എങ്ങനെയുണ്ടാ പേര്? അളിയൻ ദുബായിലാണ്. എന്താ പേര്? എത്തിസലാത്ത്. അതിന്റെ ഇളയതാണ് BSNL. ഓ, എന്റെ അമ്മച്ചിയെ. പിന്നെ പുതിയൊരു കണക്ഷൻ കൂടി എന്റെ അമ്മയുടെ വയറ്റിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ കണക്ഷൻ ആക്ടിവിറ്റി വൈകി ചെയ്തിട്ടുണ്ട്. അല്ല, അത് പറഞ്ഞു വന്നത് അമ്മ ഇപ്പോഴും ആക്ടിവിറ്റി. കുഞ്ഞിന് ഞാനൊരു പേരും കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? റിലയൻസ് മൊബൈൽ. മോനെ, എന്താണ് അവന് പണി? ഇതൊക്കെ തന്നെ ജോലി. ഇപ്പൊ ബാറ്ററി വീക്കായിട്ട് കിടക്കും. അങ്കിളെ, ഈ വീട് പോസ്റ്റ് പെയ്ഡ് ആണോ പ്രീപെയ്ഡ് ആണോ? എന്റെ ദൈവമേ, പോസ്റ്റ് പെയ്ഡ് ആണോ? അതെ, ചെറുക്കൻ ഉദ്ദേശിച്ചത് ഈ വീട് വാടകയ്ക്കാണോ അതോ സ്വന്തമാണോ എന്നാ. അല്ല, എടാ പൊന്നു മോനെ, കാശ് കൊടുത്ത് ഉണ്ടാക്കിയതാടാ ഇത്. മോനെ,
മോൻ സ്ത്രീധനമായിട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത്? 101 ടവറും 5 ലക്ഷം സിം കാർഡും. ടവറും സിംഗാർഡോ? എന്നതാണ് ഇവനീ പറയണത്? 101 പവനും 5 ലക്ഷം രൂപയും എന്നാണ് ചെറുക്കൻ ഉദ്ദേശിച്ചത്. ഇവന്റെ മൊബൈലിൽ മോന് പെണ്ണിനെ കാണണ്ടേ? ഓ, പെണ്ണിനെ കാണണമെന്നില്ല. ഇതിനു മുമ്പ് ഞാൻ പെണ്ണിന്റെ ഒരു പിക്ചർ മെസ്സേജ് കണ്ടായിരുന്നു. എന്റെ ദൈവമേ. എന്റെ മകളുടെ പിക്ചർ മെസ്സേജ് കണ്ടെന്നോ? അല്ല, പെണ്ണിന്റെ ഒരു ഫോട്ടോ ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെറ്റ് കൈ കിട്ടിയാലല്ലേ ഫംഗ്ഷൻസ് പഠിക്കാൻ പറ്റും. എന്നതാണോ ഇവനീ പറയണത്? അല്ല, പെണ്ണിനെ അടുത്തെറിഞ്ഞാലേ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റൂ എന്നാ ഉദ്ദേശിച്ചത്. ഏതായാലും ഞാൻ വന്നതല്ലേ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നതല്ലേ, ചെറുക്കനെയും കൊണ്ട് വന്നതല്ലേ, ഓട്ടോറിക്ഷക്കാരി വന്നതല്ലേ, പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് പോട്ടെ. വിളിക്കാം. അപ്പൊ മോളെ വിളിക്കാം. മോളെ വിളിക്കാം. മോളെ മോളെ ദൈവമേ, ഇതാരത്? നല്ല കുലുക്കം. പെണ്ണ് വന്നപ്പോ ഒരു കുലുക്കം ഉണ്ടല്ലോ. കളിപ്പാട്ടോ കളിപ്പാട്ടോ? ചിരിക്കുന്ന കളിപ്പാട്ടോ, ചിരിക്കുന്ന കളിപ്പാട്ടോ, കളിപ്പാട്ടോ. ഇത് കളിപ്പാട്ടോ അല്ല, ഇത് നിന്റെ പെങ്ങള് കെട്ടാൻ വന്നവനാണ്. കെട്ടാൻ വന്നവനാ. ആ പെങ്ങക്കുള്ള കളിപ്പാട്ടാണ്. അയ്യോ, നീ പോടാ പോടാ പോ, ചെല്ലി ചെല്ലി. എടോ വരീത് മാപ്പിളെ, ഇത് തന്റെ മോനാണോ? അതെ. ഇവൻ കളിപ്പാട്ടമായിട്ട് കണ്ടത് നന്നായി. അവൻ ഈ കൊച്ചിനെ KFC ചിക്കനായിട്ട് കാണാതിരുന്നത് ഭാഗ്യം. അപ്പൊ എന്റെ മോളെ വിളിക്കട്ടെ? മോളെ വിളിക്കും. മോളെ മോളെ. എന്റെ അമ്മേ, നിന്റെ ചെറുക്കൻ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അയ്യോ, പെണ്ണിന് ഇഷ്ടപ്പെട്ടെങ്കിൽ മൂന്നാനെ കൊള്ളാം. 3310 അടിപൊളി സെറ്റ്. ഉഗ്രൻ ഫിഷിംഗ് വിത്തൗട്ട് ഏരിയൽ, കയ്യിൽ ഒതുങ്ങുന്ന ഹാൻഡ് സെറ്റ്. മൂന്നാനെ എനിക്കിപ്പോ കണക്ഷൻ കൊടുക്കണം. ഇപ്പൊ കണക്ഷൻ കൊടുക്കണമെന്നോ? അവന് കല്യാണം കഴിക്കണമെന്നാണ് ആ പറഞ്ഞത്. ഞാൻ പേടിച്ചു. അവനെന്താ ചിറ്റിയാണ് നീ എന്താടാ ഈ നോക്കണേ? അല്ല, വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് സെറ്റിന് സ്ക്രാച്ച് വല്ലതും ഉണ്ടോ നോക്കണമെന്ന്. അല്ല, അതെ, പെണ്ണിന്റെ ചുറ്റുവട്ടമൊക്കെ നോക്കണമെന്ന് അവിടെ. മൂന്നാനെ 3-4 മെസ്സേജ് വിട്ടോട്ടെ. കൊല്ലും ഞാൻ. മാപ്പിളെ, ഇപ്പോഴത്തെ കാലമാണ്. ചെറുക്കനും പെണ്ണും എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ. നമുക്ക് അപ്പുറത്തേക്ക് മാറി ഇന്ന് വല്ല സിഗരറ്റ് വരികെ. പെണ്ണിന് പേരില്ല. ഇരിക്കാതെ പേടിയാവുന്നു. ഞാനൊന്ന് സ്വിച്ച് ഓൺ ചെയ്തോട്ടെ. തൊട്ടോട്ടെ നിങ്ങൾ മാറി. എന്തൊരു തരിപ്പ്. നിന്റെ വൈബ്രേറ്റർ ഓൺ ആക്കിയിട്ടേക്കോണോ? എന്നെ തരണോ? വേഗം വേഗം. എന്തൊരു വേണ്ടാടി നിന്റെ പെണ്ണിനെ? ഈ പൗച്ച് ഒട്ടും ചേരില്ല. ഈ ഡ്രസ് കവർ മാറ്റിട്ട് വാ, ചുരിദാർ ഇട്ടോണ്ട് വാ. കവർ മാറ്റിട്ട് വാടി പോയൊന്ന്. നോക്കിട്ട് വരാം. പെണ്ണും ചക്കനും രണ്ടെണ്ണം നിന്നേച്ചല്ലേ എവിടെ പോയി? എന്റെ ചക്കനെ പറഞ്ഞോ? എന്റെ പെണ്ണെവിടോ? എന്റെ ചക്കനെവിടെ? എന്റെ പെണ്ണെവിടെ? തന്റെ വീട്ടിലല്ലേ വന്നേ? ഞാനൊന്നും ചെയ്തില്ല. സത്യം പറയണ, എന്ത് വൃത്തികേടാ ചെയ്തത്? സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ല. പറയടാ. ഞാൻ എത്ര ചോദിച്ചിട്ട് ഈ പെണ്ണൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചാർജ് പോയതായിരിക്കും. ബാറ്ററി വീക്കാണെന്ന് ഓർത്ത് ചെറുതായിട്ടൊന്ന് ചാർജ് ചെയ്യാൻ ശ്രമിച്ചതാ.